മെയിൻലി ആ 1 ഇയർ കോഴ്സ് ഞാൻ ലീഡിൽ ചെയ്തിരുന്നു, പ്രൈം ബാച്ച്. അപ്പോൾ ക്ലാസ്സസ് കേട്ടൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് പ്രിലിംസ് അടുക്കുമ്പോഴത്തേക്ക് പ്രിലിംസ് കില്ലർ പ്രോഗ്രാമിൽ ടെസ്റ്റ് സീരീസ് എല്ലാം എല്ലാ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ഷെഡ്യൂളിൽ ഫോളോ ചെയ്താണ് പ്രിലിംസ് കില്ലറിൻ്റെ ടൈമിൽ പോയത്. വീണ്ടും അത് കഴിഞ്ഞ് മെയിൻസ് കില്ലർ വന്നു. അപ്പോൾ വീണ്ടും ഇതേപോലെ ഇവിടുത്തെ തന്നെ ഷെഡ്യൂളാണ് മെയിൻലി ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു, അല്ല ഡെയിലി ആൻസർ റൈറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അത് ഇതേ പറഞ്ഞ പോലെ അധികം ടൈം കിട്ടിയില്ല ആക്ച്വലി ഇൻ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അതൊരു ഫ്യൂ വീക്സേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മോക്കും 1-on-1 സെഷൻസ് ഒക്കെ കുറേ എടുത്തു. അങ്ങനെ ആ ഒരു കുറച്ച് പ്രിപ്പയർ ചെയ്തുള്ള കോൺഫിഡൻസിലും പോയത്. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുള്ള, നമ്മളൊരു ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു അക്കാഡമിയിലാണ് ജോയിൻ ചെയ്തേക്കുന്നതെങ്കിൽ അവർ പറയും നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ്, അതിൽ കുറച്ചൊരു ട്രസ്റ്റ് വെച്ച് അത് ചെയ്യാന്നുള്ള. ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് പിന്നെ ലോജിക്കൽ കൂടുതൽ തിങ്കിങ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. ഞാൻ എല്ലാ ക്ലാസിക്സിൻ്റെ സെഷനും വന്ന് അറ്റൻഡ് ചെയ്യുമായിരുന്നു, ലേറ്റ് ആണെങ്കിലും മഴയാണെങ്കിലും എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ കണ്ടന്റ് വെച്ച് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിന് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ലോജിക്ക് വെച്ചാണ് ബാക്കി സാധനങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ലീഡ് IASലെ 1 ഇയർ റെഗുലർ കോഴ്സ് ആയിട്ടുള്ള പ്രൈം ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്ന ഹേമാവി എന്ന് പറയുന്ന സ്റ്റുഡൻ്റ് ആണ്. അവളുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ സിവിൽ സർവീസിലെ 569th റാങ്കാണ് അക്യൂർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഹേമയുടെ പ്രിപ്പറേഷൻ ചെയ്യണ എങ്ങനെയാണെന്ന് ചോദിക്കാം. സോ ഫസ്റ്റ് നമുക്കൊരു ഭയങ്കര നോർമലായിട്ടുള്ള വെരി ടു ബി എ ക്ലീഷേ ക്വസ്റ്റ്യൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴാണ് ഹേമയ്ക്ക് ഒരു സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു ആഗ്രഹം എപ്പോഴാണ് ഉണ്ടായത് ആദ്യമായിട്ട്? ആദ്യമായിട്ട് ഈ ഒരു ആദ്യം സ്കൂളിൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു, ഓരോരുത്തർക്ക് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ന്യൂസിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ ഓക്കെ കളക്ടർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ കുറച്ച് കേൾക്കുമ്പോൾ ഓക്കെ ഇത് കൊള്ളാം എന്നുള്ളൊരു ഐഡിയ. അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് ഇങ്ങനെ എല്ലാവരും പറയുമല്ലോ വലുതാകുമ്പോൾ ഈ എക്സാം എഴുതണം, ഇങ്ങനെ പഠിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ബട്ട് ഇവഞ്ച്വലി അതിൽ നിന്ന് കുറച്ച് ഔട്ട് ഓഫ് ടച്ച് ആയി വേറെ കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ ഇക്കണോമിക്സ് ആയിരുന്നു ഗ്രാജുവേഷൻ ചെയ്ത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തിരിഞ്ഞു, അങ്ങനെ പോയി. പിന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, PG ചെയ്യണോ അതോ വേറെ എന്തിനേലും പോകണമെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആക്ച്വലി എനിക്ക് ലീഡിൽ സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ട് അപ്പോൾ അത് കിട്ടിയിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ഇയർ ഇവിടെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് തോന്നി, പിന്നെ ഇവിടെ ജോയിൻ ചെയ്തു. ഓക്കെ, അതായത് നമ്മൾ പറയുന്ന പോലെ പണ്ട് മുതലേ ഭയങ്കര അതിഭീകരമായ ആഗ്രഹങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പണ്ടൊന്ന് കേട്ടു, അപ്പോൾ അവിടെ തോന്നി, പിന്നെ ലോങ് ടൈമിൽ നമ്മളത് വിട്ടു. പക്ഷെ പിന്നെ കുറച്ച് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് വീണ്ടും ഒരു ആഗ്രഹം തോന്നിയപ്പോൾ ഒരു 1 ഇയർ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നപ്പോൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഭയങ്കര അമിതമായൊരു സ്ട്രെസ് ഒന്നും ഇല്ലാണ്ടാണ് ഹേമ ഇങ്ങോട്ട് വരുന്നത്. ഒരു 1 ഇയർ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹേമയുടെ ഭയങ്കര ജനറലായിട്ട് എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? സോ മെയിൻലി ആ 1 ഇയർ കോഴ്സ് ഞാൻ ലീഡിൽ ചെയ്തിരുന്നു, പ്രൈം ബാച്ച്. അപ്പോൾ ക്ലാസ്സസ് കേട്ടൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് പ്രിലിംസ് അടുക്കുമ്പോഴത്തേക്ക് പ്രിലിംസ് കില്ലർ പ്രോഗ്രാമിൽ ടെസ്റ്റ് സീരീസ് എല്ലാം എല്ലാ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ഷെഡ്യൂളിൽ ഫോളോ ചെയ്താണ് പ്രിലിംസ് കില്ലറിൻ്റെ ടൈമിൽ പോയത്. വീണ്ടും അത് കഴിഞ്ഞ് മെയിൻസ് കില്ലർ വന്നു. അപ്പോൾ വീണ്ടും ഇതേപോലെ ഇവിടുത്തെ തന്നെ ഷെഡ്യൂളാണ് മെയിൻലി ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു, അല്ല ഡെയിലി ആൻസർ റൈറ്റിംഗ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു മെയിൻസ് കില്ലർ പോയത്. അത് കഴിഞ്ഞ് ഒട്ടും എക്സ്പെക്ട് ചെയ്താണ് ഇൻ്റർവ്യൂവിന് കിട്ടിയത്. അപ്പോൾ അത് ഇതേ പറഞ്ഞ പോലെ അധികം ടൈം കിട്ടിയില്ല ആക്ച്വലി ഇൻ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അതൊരു ഫ്യൂ വീക്സേ കിട്ടിയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മോക്കും 1-on-1 സെഷൻസ് ഒക്കെ കുറേ എടുത്തു. അങ്ങനെ ആ ഒരു കുറച്ച് പ്രിപ്പയർ ചെയ്തുള്ള കോൺഫിഡൻസിലും പോയതാണ്. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണല്ലോ, നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് NCERT വായിക്കണം. ഇപ്പോൾ ചില ആൾക്കാർ പറയും NCERT തീരെ വായിക്കേണ്ട, ചില ആൾക്കാർ പറയും എല്ലാ NCERT വായിക്കണം, ചില ആൾക്കാർ പറയും ഭയങ്കര സെലക്റ്റീവായിട്ട് വായിച്ചാൽ മതി. അതിലെങ്ങനെയായിരുന്നു ഹേമയുടെ ഒരു ടേക്ക് എന്തായിരുന്നു, സ്റ്റാൻഡ് എന്തായിരുന്നു? സർ, ഐ വുഡ് സേ സെലക്റ്റീവ്ലി വായിക്കുക. അത് കുറച്ച് വൈസായിട്ട് ആ ചോയ്സ് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് അറിയാവുന്നത്, നമുക്ക് എന്താ അറിയാത്തതെന്നൊരു ഐഡിയയിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിവിടെ NCERT ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ഫോളോ ചെയ്താൽ ഓൾമോസ്റ്റ് എല്ലാ NCERTs കവർ ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, അപ്പോൾ കുറേ NCERTs ഞാൻ പഠിച്ചതാണ് ഓൾറെഡി. അപ്പോൾ അതിലേക്ക് ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് അറിയാവുന്ന കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് NCERTs സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഹേമ ക്ലിയർ ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ടല്ലോ UPSCയിൽ. അതിലിപ്പോൾ നമ്മളൊരു 4 സബ്ജക്റ്റ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ റിവാർഡിംഗ് ആയിട്ടുള്ള, കുട്ടികൾ എന്തായാലും നോക്കിയിരിക്കേണ്ട ഒരു ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള 4 സബ്ജക്റ്റ് പറയാൻ പറഞ്ഞാൽ ഹേമ ഏതൊക്കെയായിരിക്കും പറയാനുണ്ടാവുക? സർ, വൺ വുഡ് ബി പൊളിറ്റി ആൻഡ് പിന്നെ വരുന്ന ജോഗ്രഫി ആൻഡ് എൻവയോൺമെൻറ്റ് ഒരുമിച്ച് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് എക്കണോമിയാണ്. 3 മണിക്ക് ഇപ്പം മെയിൻലി മൈൻഡിൽ വരുന്നത്. പിന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ്. ഓക്കെ, അത് ഓപ്ഷണൽ സബ്ജക്റ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് ഈ പൊളിറ്റി, അതുപോലെ തന്നെ എൻവയോൺമെന്റ്, ജോഗ്രഫി, ദെൻ എക്കണോമിക്സ്. ഇതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് ഹേമ ഭയങ്കര ഫൗണ്ടേഷൻ സോൾഡ് ആക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്? സർ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കുറച്ച് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട്, എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വായിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സബ്ജക്ട്സിലൊക്കെ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടായിരുന്നു ടോപ്പിക്സിൽ. പിന്നെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് കൂടെ കേൾക്കുമായിരുന്നു. അത് രണ്ടുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പൊളിറ്റി ആണെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ബുക്കാണ് മെയിൻലി. പിന്നെ ഇവിടുത്തെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് അത് വെച്ച് ഇനഫ് ആയിരുന്നു. കുറേ ടെസ്റ്റുകൾ എടുക്കുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോളിഡായി. ഈ എൻവയോൺമെൻറ്റും ജോഗ്രഫിയൊക്കെ വരുമ്പോൾ മാപ്പിംഗ് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പോൾ അത് കുറേ വട്ടം റിവൈസ് ചെയ്താണ് സെറ്റാക്കി. ബാക്കി സബ്ജക്ട്സിനെക്കാട്ടിലും ടൈം മാപ്പിങ്ങിന് തന്നെ ഞാൻ കൊടുക്കുമായിരുന്നു. അത് കുറച്ച് മെനക്കെട്ടാണ് അതൊന്ന് ശരിയാക്കി. പിന്നെ ഇക്കണോമിക്സും ഇതേപോലെ കൂടുതൽ ടെസ്റ്റ് എടുക്കാനാണ് നോക്കിയത്. കണ്ടന്റ് അത്യാവശ്യം ഫെമിലിയർ ആയതുകൊണ്ട് ഒരു എക്സാം എടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ പ്രിലിംസിൻ്റെ ആണോ ടെസ്റ്റ് കൂടുതൽ എടുത്ത് തെറ്റിയത് എന്താണെന്ന് നോക്കി അത് കൂടുതൽ നോട്ട് ചെയ്ത് അങ്ങനെ പഠിക്കുക. നമ്മൾ മാപ്പിംഗ് കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് മാപ്പിംഗ് അറിയാം, പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻസിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഹേമ മാപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ അറ്റംപ്റ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ടൈം അതിന് കൊടുത്തു, കുറേ വട്ടം റിവൈസ് ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നമുക്കിവിടെ മൈക്രോ ക്ലാസ്സിലാണെങ്കിലും ഡെയിലി ഇങ്ങനെ പ്ലേസസ് ന്യൂസ് ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് ഇപ്പോൾ അത് ഡിജിറ്റലി ആയിരിക്കും, കുറച്ച് എവർ നോട്ടിൽ അല്ലെങ്കിൽ നോഷനിൽ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ UPSC ക്ലാസിക്സിൽ നമുക്ക് കുറച്ച് മാപ്പിംഗ് ക്ലാസ്സിൽ പറയുന്നതുണ്ടാവും, പിന്നെ നോട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതും ഇതേപോലെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോന്ന് വായിച്ചു പോകുന്ന കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പോൾ ഫിസിക്കൽ ജോഗ്രഫിയുടെ NCERT വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ റിവേഴ്സിനെ പറ്റി പഠിക്കും, അല്ലെങ്കിൽ മൗണ്ടൻ റേഞ്ചസിൻ്റെ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അത് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിനെ ഒരു മാപ്പാക്കി, ഔട്ട്ലൈൻ മാപ്പ് മേടിച്ച് മാപ്പാക്കിയിട്ട് അത് വെച്ച് റിവൈസ് ചെയ്യും. ഓക്കെ. അതായത് നമ്മൾ 2 ദിവസം ഇരുന്ന് മാപ്പ് നോക്കി പഠിക്കാന്നുള്ളതല്ലാണ്ട് മൊത്തം പ്രിപ്പറേഷൻ്റെ അക്രോസ് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും പ്രിലിംസ് പഠിക്കുമ്പോഴും സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ഒക്കെ ഒരു യൂണിഫോം പ്രപ്പോർഷനിൽ മാപ്പ് പഠിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര നൈസായിട്ടുള്ള കാര്യം. ഇനി നമുക്ക് പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ 3 സ്റ്റേജിലേക്ക് വരാം. എന്തായിരുന്നു ജനറലി പ്രിലിംസിന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു പ്രിലിംസ് എക്സാമിനേഷൻ? സർ പ്രിലിംസിന് നമുക്ക് ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് ആ ഒരു ഷെഡ്യൂൾ തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ അവിടെ ഒരു വീക്കിൽ ആ സബ്ജക്റ്റ് തന്നെ പഠിക്കുമായിരുന്നു. അപ്പോൾ ഒരു 5 days കിട്ടുന്നെങ്കിൽ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം സബ്ജക്റ്റ് ഞാൻ നേരത്തെ തീർക്കാൻ നോക്കും. എന്നിട്ടുള്ളൊരു തലേന്ന് ഒരു ദിവസമെങ്കിലും വേറെ അക്കാഡമീസിലെ ഒരുപാട് സ്ഥലത്തു നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് ഇവിടുത്തെ ടെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നോക്കും എവിടെ ഒരു റൗണ്ട് വൈസ് ചെയ്തിട്ട് എവിടെയാണ് തെറ്റിപ്പോയത് അങ്ങനെ നോക്കി പിന്നീട് അത് കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. അതൊരു കാര്യം പ്രിലിംസിന്. പിന്നീടുള്ളത് ഈ കണ്ടന്റ് ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞു, ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെസ്റ്റുകൾ കഴിഞ്ഞിട്ട് പിന്നെ ലോജിക്കൽ കൂടുതൽ തിങ്കിങ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. ഞാൻ എല്ലാ ക്ലാസിക്സിൻ്റെ സെഷനും വന്ന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ലേറ്റ് ആണെങ്കിലും മഴയാണെങ്കിലും എല്ലാം ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മുടെ കണ്ടന്റ് വെച്ച് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിന് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ലോജിക്ക് വെച്ചാണ് ബാക്കി സാധനങ്ങൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് രണ്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ പ്രിലിംസിൻ്റെ സമയമാണല്ലോ, ഞാൻ കൂടുതൽ റിവിഷൻ ചെയ്യണോ അതോ ഞാൻ കൂടുതൽ ടെസ്റ്റ് പേപ്പർ ചെയ്യണോ? ഇതെല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ഹേമ എന്തായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സർ ഞാൻ രണ്ടും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സബ്ജക്ട് വൈസ് കൂടെ ആണ്. ഇപ്പോൾ ഒരു കണ്ടന്റ് സ്ട്രോങ് ആണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റിവിഷൻ കുറവായിരിക്കും അതിൽ ചെയ്യുന്നത്. കൂടുതൽ ടെസ്റ്റ് എടുത്ത് ഡൈവേഴ്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ മാപ്പിംഗ്, അതാകുമ്പോൾ കൂടുതലായിട്ട് റിവൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾക്ക് എന്താണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് എളുപ്പം എന്നുള്ള മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ കുറെ ടെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ചില ടെസ്റ്റുകൾ എടുക്കുമ്പോൾ നമ്മുടെ കണ്ടന്റ് കുറവ് കാരണം നമുക്ക് മാർക്ക് ഒത്തിരി കുറയുന്നുണ്ടാവും. അപ്പം അങ്ങനെയാണ് തിരിച്ച് ആ പോർഷനിലേക്ക് പോയി ആ ടോപ്പിക്സ് റിവൈസ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തത്. അതായത് ഇങ്ങനെ ഒരാൾ പറഞ്ഞ ഇന്ന ഒരു ആർട്ടിഫിഷ്യൽ മെക്കാനിക്സ് അല്ലാണ്ട് നമ്മുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണ്. അത് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ്. ആ ഒരു സെൽഫ് അവയർനെസ് ആണ് ശരിക്കും അവിടെ റൺ ചെയ്യുന്നത്. അത് നമുക്ക് കണ്ടന്റ് മോശമാണെങ്കിൽ നമ്മൾ കണ്ടന്റ് റെഡി ആക്കുന്നു, then നമ്മൾ ടെസ്റ്റുകൾ എടുത്ത് അത് കൂടുതൽ ഗ്രിപ്പ് സെറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഫൈൻ. നമ്മൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്രിലിംസിൽ നമ്മൾ PYQസിൻ്റെ ഇമ്പോർട്ടൻസ് പറയുമല്ലോ. ഓക്കെ, അപ്പോൾ PYQസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? എത്രത്തോളം PYQസിൻ്റെ അനാലിസിസും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് എത്രത്തോളം പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? സർ ഞാൻ മുന്നേ പറഞ്ഞ ക്ലാസിക്സിന്റെ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഏത് ഏരിയസ് എന്നാ ചോദിച്ചേക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടുമായിരുന്നു. മാത്രമല്ല നമുക്ക് ഈ പ്രിലിംസിന്റെ ടെസ്റ്റിന് മുന്നേ മാസ്റ്റേഴ്സ് ബ്രീഫിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെയും പറയുമല്ലോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അത് പറയുമ്പോൾ പഠിക്കുമ്പോൾ അവിടേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വൺ മെത്തേഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ചെക്ക് ലിസ്റ്റ് പോലെ തരുമല്ലോ, അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് PYQയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ്, ഇതേപോലെ ചെക്ക് ലിസ്റ്റ് ആ ടോപ്പിക്സ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലാസിക്സിൻ്റെ അസൈൻമെൻറ്റ് ഞാനൊരു ഫ്രണ്ട് കൂടെ ചെയ്തപ്പോൾ നമ്മൾ ഡിജിറ്റലി നോട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ആ ടോപ്പിക്സ് ഓരോ ഓപ്ഷൻസിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് പോലെ അതും പഠിച്ചിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഹേമ ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തല്ലോ. അപ്പോൾ എനിക്കറിയാം ഈ ക്ലാസിക്സിന് അസൈൻമെന്റ്സ് ഒക്കെ ഭയങ്കര ഹ്യൂജ് ആണ്. അതുപോലെ തന്നെ പൻഡു പറയുന്ന ഡെയിലി ചെക്ക് ലിസ്റ്റുകളൊക്കെ ഭയങ്കര സോ ഹ്യൂജ്. അപ്പോൾ ഇതിനെ ഇത് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? സർ ഫുൾ എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇതേ പറഞ്ഞ പോലെ ഒരു ഒപ്റ്റിമൈസേഷൻ ആണ്. ഇപ്പോൾ ഒരു ചെക്ക് ലിസ്റ്റ് എടുത്ത് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് നോട്ട്സ് ഉണ്ടാക്കാനാണ് തന്നിരിക്കുന്നതെങ്കിലും ചിലത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ആണ് എനിക്ക് ഈ നോട്ട് അതിൽ ഉണ്ടാക്കണ്ടെന്ന്. അപ്പോൾ ജസ്റ്റ് അത് വായിക്കുന്നു, ഓർത്തെടുക്കാൻ നോക്കുന്നു. എനിക്ക് അറിയാമെങ്കിൽ അതിൽ മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ മാത്രം നോട്ട് ആക്കാൻ നോക്കുന്നു, അല്ല ജസ്റ്റ് ഇത് വായിച്ചു പോകുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. അധികം നോട്ട് മേക്കിംഗ് അധികം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉള്ള ടെൻഷൻ ആണല്ലോ, അതായത് ഇത് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഒരു സ്ട്രെസ്, ആങ്സൈറ്റി അതെല്ലാം കയറുന്നൊരു പ്രശ്നം. അപ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കുറേ ക്ലാസ് ഉണ്ടായിരിക്കും, ടെസ്റ്റ് നടക്കുമ്പോൾ ക്ലാസ് ഉണ്ടായിരിക്കും, ഇതുണ്ടായിരിക്കും. ഭയങ്കര ഓവർ അക്കാഡമിക് ഓവർവെൽമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. എങ്ങനെയാണ് ആങ്സൈറ്റിനെയും സ്ട്രെസ്സിനൊക്കെ ഹാൻഡിൽ ചെയ്തത്? അത് ഉണ്ടായിരുന്നില്ലേ? ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ നമുക്ക് സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാതിരിക്കുക എന്നുള്ള എനിക്ക് ബാക്കിയായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നാളെ ടെസ്റ്റ് ഉണ്ട്, ഇന്നത്തേക്ക് ഇത്ര പോർഷൻസ് പഠിക്കാണ്ട് അത് പഠിക്കുക, അല്ലാതെ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക എന്നുള്ളതാണ്. അയ്യോ ശരിക്കുള്ള എക്സാമിന് എന്ത് സംഭവിക്കും, അത്രയും ബിഗർ പിക്ചറിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് ആവാതിരിക്കുക. ആ ഒരു പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഇന്നിത് പഠിക്കാണ്ട് ഇന്നിത് പഠിക്കുക, അത് മാത്രം ആലോചിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കും. ഇപ്പോൾ പ്രിലിംസ് പിള്ളേർ എഴുതാൻ പോകുന്നു, ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ്സാവാൻ ഒരുപാട് ആൾക്കാർ എഴുതുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, ആങ്സൈറ്റി വരാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്നല്ല, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അവർക്ക്? അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുള്ള. നമ്മളൊരു ടെസ്റ്റ് സീരീസ് എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ആ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു അക്കാഡമിയിലാണ് ജോയിൻ ചെയ്തേക്കുന്നതെങ്കിൽ അവർ പറയും നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ്, അതിൽ കുറച്ചൊരു ട്രസ്റ്റ് വെച്ച് അത് ചെയ്യാന്നുള്ള. പിന്നെ സ്റ്റാറ്റിക് പോർഷൻസിൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക, അത് തന്നെ നമുക്ക് ഒരു റിലീഫാണ്. സ്റ്റാറ്റിക് പോർഷൻസ് റിവൈസ് ചെയ്യുക. പലരും കറണ്ട് അഫയേഴ്സിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി വരുന്നത്, ഒന്നും എത്തുന്നില്ല എന്നൊരു ഫീലിംഗ്. അപ്പോൾ സ്റ്റാറ്റിക്കിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ചൊരു റിലീഫ്. അപ്പോൾ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചോദിക്കാം. ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഒബ്സഷൻ അത് പൊതുവെ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് ഒരു കറണ്ട് അഫയേഴ്സ് ഒബ്സഷൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഹേമ അതിനെ മാറ്റിയെടുത്തത്? എങ്ങനെയാണ്? ആക്ച്വലി ഒബ്സഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നില്ല. ആദ്യം മൈക്രോ ക്ലാസ് കേൾക്കുമായിരുന്നു. ലൈക്ക് ഫൗണ്ടേഷൻ പ്രൈം കോഴ്സിന്റെ ടൈമിൽ മൈക്രോ ക്ലാസ് ഡെയിലി കേൾക്കുമായിരുന്നു. കുറച്ച് നോട്ട് ഉണ്ടാക്കായിരുന്നു, എല്ലാം നോട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ അത് ഒത്തിരി ബൾക്ക് ചെയ്യപ്പോലോ, അതുകൊണ്ട് കുറച്ചൊക്കെ ഡിജിറ്റലി ജസ്റ്റ് മെൻഷൻ ചെയ്ത് വെക്കുമായിരുന്നു. അത് തന്നെ അവസാനം ഫുൾ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ലൈക്ക് അത് നമുക്കൊരു ജനറൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവയർനെസ് ആണ് പലപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് ആ ഒരു പിൻ പോയിന്റ് ആയിട്ടുള്ള ഫാക്ടിനെക്കാട്ടിലും കൺസിസ്റ്റന്റ്ലി നമ്മൾ ന്യൂസ് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അവയർനെസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു കാര്യം. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ചെക്ക് ലിസ്റ്റിലുള്ള ടോപ്പിക്സ് ഒക്കെ കുറേ നോട്ട് ഉണ്ടാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മുന്നേ പറഞ്ഞ ആങ്സൈറ്റി കാരണം മന്ത്ലി മാഗസിൻസ് കുറച്ച് വായിക്കാനൊക്കെ ശ്രമിച്ചു, കുറേ ടൈം അതിനു വേണ്ടി കളഞ്ഞു. അത് റിട്ടേൺ അതിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞാണ് മനസ്സിലാക്കുന്നത് കറണ്ട് അഫയേഴ്സ് അത്രയും വറി ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ള കാര്യം. നമ്മൾ എത്ര പറഞ്ഞാലും നമുക്ക് അതിന് അടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എക്സാക്ട്ലി. സോ ഈ പ്രിലിംസിന്റെ ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 മാസം, ഇപ്പോൾ ലാസ്റ്റ് മാസമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ ആ ലാസ്റ്റിലെ ഒരു മാസം എങ്ങനെയായിരുന്നു ഹേമ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു? അവസാനത്തെ ലാസ്റ്റ് 1 month ബിഫോർ പ്രിലിംസ് ഞാനൊരു 3 times ഒക്കെ ഒന്നുകൂടെ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയിരുന്നു കാര്യങ്ങൾ. അതായത് നമുക്ക് ജൂണിൽ ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്തത് ജൂണിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്തതിനെക്കാട്ടിലും ഒരു അഡീഷണൽ ഒരു 30 days കിട്ടി. അപ്പോൾ അത് വീണ്ടും കുറേ വട്ടം റിവൈസ് ചെയ്യാനും പിന്നെ PYQs ചെയ്യാനും, അത് എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞ് കേട്ട് ചെയ്തൊരു കാര്യമാണ്. അതായത് ഒരു ഡേയിൽ നമ്മൾ മോർണിംഗ് ഇരുന്ന് PYQs ഒരു ഫുൾ പേപ്പർ എടുത്ത് ആക്ച്വൽ എക്സാം പോലെ ചെയ്യാന്നുള്ളൊരു കാര്യം. അത് എത്രത്തോളം വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട്. പക്ഷെ അതാണ് ചെയ്തത്. പിന്നെ ഒരു 3-4 times റിവൈസ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പോർഷൻസ് ഈ ഒരു ലാസ്റ്റ് ഒരു 1 month. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റേജിലേക്ക് വരാം, മെയിൻസിൽ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്, നമുക്ക് പ്രോപ്പറായിട്ടൊരു നോട്ട് ഉണ്ടായിരിക്കില്ല, നമ്മുടെ ഓപ്ഷൻസ് കുറേ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് നീട്ടി വെച്ചുകൊണ്ട് തന്നെ മെയിൻസിന് സമയം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു കൺജസ്റ്റഡ് സമയത്തായിരിക്കും. നമുക്ക് ആദ്യം ഓപ്ഷനിലേക്ക് വരാം. എങ്ങനെയായിരുന്നു ഹേമയുടെ ഓപ്ഷണൽസ് ഈ ഒരു ടൈം സ്പാനിൽ ഡീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മൊത്തം ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഓപ്ഷണൽ സോഷ്യോളജി ആയിരുന്നു എൻ്റെ. അപ്പോൾ ആദ്യം ഞാൻ ക്ലാസ്സസ് കേൾക്കുമായിരുന്നു. പ്രൈം ബാച്ചിൻ്റെ ടൈമിൽ ക്ലാസ്സസ് കേട്ട് കുറേ നോട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ എന്നാലും അതെനിക്ക് തീർക്കാൻ പറ്റിയില്ലായിരുന്നു എൻ്റെ ക്ലാസ്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞാണ് പിന്നെ ബാക്കി ക്ലാസ് കേൾക്കേണ്ടത്. ആദ്യമായിട്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഓപ്ഷണലിൽ തന്നെ കാണുന്നത്. അപ്പോൾ ഞാൻ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആ ഷെഡ്യൂൾ ഫോളോ ചെയ്ത്
ഈ ക്ലാസ് നോട്ട്സ് തന്നെയാണ് കൂടുതൽ നോക്കിയിട്ടുള്ളത്. അതിൽ കൂടുതൽ അഡീഷണൽ വാല്യൂ അഡീഷൻ ഒത്തിരി പോകാനുള്ള ടൈം കിട്ടിയില്ല. അങ്ങനെയായിരുന്നു ഓപ്ഷനിൽ വർക്ക് ചെയ്തത്. PYQ ബേസ്ഡ് ആയിട്ട് കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോഷ്യോളജിക്ക് കുറേ റിപ്പീറ്റഡ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് സോളിഡ് ആക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിലേക്ക് വരാം. മെയിൻസ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആദ്യത്തെ പ്രാവശ്യം ആൻസർ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്ന സമയത്ത് അതിൽ അറ്റംപ്റ്റ്സ് കുറവായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഉള്ളതാണ് നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അങ്ങനെ പറ്റുള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. അതിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു ക്ലിയർ ചെയ്യുന്ന ഭാഗത്തിലേക്ക് ഒരു 2.5 മാസത്തെ സ്പാനിൽ ഹേമ സ്കിൽ അക്യൂർ ചെയ്ത് എങ്ങനെയായിരുന്നു? അത് എനിക്ക് ഓർമ്മയുണ്ട്. സാറിന് ആദ്യം വന്ന് കാണുന്നത് അപ്പോൾ ആൻസർ ഒന്നും ശരിയാവുന്നേ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. കാരണം ബാക്കി എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുന്നു, ലിസ്റ്റിൽ മേലുള്ള പേര് വരുന്നു. എനിക്ക് എൻ്റെ ആദ്യത്തെ ടെസ്റ്റിന് 60s എന്തോ ആയിരുന്നു ആദ്യത്തെ ടെസ്റ്റിൻ്റെ മാർക്ക്. അപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻമെന്റ്, ആങ്സൈറ്റി ആയിരുന്നു. ബട്ട് പിന്നെ ഡെയിലി ആൻസർ റൈറ്റിംഗ് വരുമായിരുന്നു, ഇന്നും വരുമായിരുന്നു, വന്ന് എഴുതുമായിരുന്നു. അതും ആദ്യം ക്ലാസ്സിലിരിക്കുമ്പോൾ ഒട്ടും സെറ്റ് ആകുന്നില്ല. ബട്ട് ഇവൻച്വലി ഇതൊരു 2 months ഡെയിലി വന്ന് എഴുതിയാണ് അതൊന്ന് ഓക്കെ ആയത്. എനിക്ക് സ്ട്രക്ചറിങ്ങിനേക്കാൾ ഉപരി കുറച്ച് കണ്ടന്റേ ഉള്ളൂ. അപ്പോൾ അത് എഫക്റ്റീവ്ലി പുട്ട് ഫോർവേഡ് ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ ഈ ഡെയിലി ആൻസർ റൈറ്റിംഗ് ആണെങ്കിലും പിന്നെ ഈ ബ്രെയിൻ സ്റ്റോമിങ് അങ്ങനത്തെ കുറച്ച് ഇവിടുന്ന് കിട്ടിയ ഐഡിയാസ് തന്നെയാണ്. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഫ്രെയിം വർക്ക് അപ്രോച്ചിൽ അങ്ങനെയാണ് അതൊക്കെ കൊണ്ടാണ് ആൻസർ റൈറ്റിംഗ് ഒന്ന് ബെറ്റർ ആക്കി വന്നത്. അതുപോലെ കണ്ടന്റ് ആണെങ്കിലും എനിക്ക് നോട്ട് അധികം ഉണ്ടാക്കാനൊന്നും ടൈം ഇല്ലായിരുന്നു. ഞാൻ പ്രിലിംസിന് മുന്നേ ആണെങ്കിൽ കാര്യമായിട്ട് നോട്ടൊന്നും ഉണ്ടാക്കിയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മെയിൻലി ഇവിടുത്തെ ആൻസർ കീസ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനൊക്കെ നോക്കിയത്. അതായത് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മെയിൻസിൻ്റേത് ഓൾമോസ്റ്റ് ടോപ്പിക്സ് എല്ലാം ഇവിടുത്തെ ആൻസർ കീസിൽ കവർ ചെയ്യും. ഒന്നെങ്കിൽ ഡെയിലി ആൻസർ റൈറ്റിംഗിലോ അല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്കില്ലോ ടെസ്റ്റ് സീരീസിലോ കവർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ആൻസർ കീ നോക്കും. പിന്നെ എന്തെങ്കിലും വാല്യൂഡേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കായിരുന്നു. അത് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഈ ടെസ്റ്റിൻ്റെ ആണല്ലോ ആൻസർ പേപ്പറിൻ്റെ സൈഡിൽ ഇങ്ങനെ കമൻസ് തരുന്നു, അതും ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻലി പഠിച്ചത്, അല്ല നോട്ടായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഓക്കെ, അതായത് ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു കണ്ടന്റ് അത്ര ഉണ്ടാക്കാനുള്ള സമയമില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഹേമ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിം വർക്കിൽ ഹേമ കുറെ വർക്ക് കിട്ടുന്നതായിരിക്കും. ഈ പറയുന്ന മനസ്സിലുണ്ടായിരിക്കില്ല ഈ ഫ്രെയിം വർക്ക് എന്താണെന്നുള്ളത്. അത് നമ്മൾ തോട്ടിന്റെ പാറ്റേൺ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഓരോ സബ്ജക്റ്റിനും ഫ്രെയിം വർക്ക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതോ റാൻഡംലി ബ്രെയിൻ സ്റ്റോമിങ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും? കുറച്ച് സബ്ജക്ട്സിന് ഫ്രെയിം വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വാട്ട് ബൈ ഹൗ അതൊരു ഓവറോൾ ഫ്രെയിം വർക്ക് ആണ്. പക്ഷെ ചില സബ്ജക്ട്സിന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ച്വലി പുറത്തെടുക്കാൻ പറ്റുന്നില്ല ഫ്രെയിം വർക്ക്. പക്ഷെ ചില സബ്ജക്ട്സിന് മാത്രം അത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് ഇങ്ങനെ അത് നാച്ചുറലി കുറച്ച് കഴിയുമ്പോൾ വരും എന്നുള്ളതാണ്. ആൻസർ റൈറ്റിംഗിലേക്ക് നാച്ചുറലി ഈ ഫ്രെയിം വർക്ക് വരും. അതുപോലെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് പോയിന്റ്സ് ജനറേറ്റ് ചെയ്ത ഒരു നാച്ചുറൽ പ്രോസസ്സ് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അത് കൺസിസ്റ്റന്റ്ലി ആ പ്രാക്ടീസിലൂടെ കിട്ടും, ഈവൻ ഇഫ് യു ഡോണ്ട് മേക്ക് എ നോട്ട് ഫോർ ദാറ്റ്. അതായത് നമ്മൾ ഒരിക്കലും നമുക്ക് ആ ഒരു ആദ്യത്തെ അറ്റംപ്റ്റിൽ അത്രയും നോളജ് ലെവൽ ഇല്ലാണ്ട് പാസ് ആവണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു തോട്ട് ഭയങ്കര ഷാർപ്പ് ആകുമ്പോഴാണ് നമുക്കത് ക്രാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഫ്രെയിം വർക്ക്സ് എന്തായാലും നൈസ് ആയിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. നമുക്ക് ലാസ്റ്റ് ഇന്റർവ്യൂലേക്ക് വരാം. ഇപ്പോൾ ഇന്റർവ്യൂ ഇതേപോലെ തന്നെ നമുക്ക് ആദ്യം മുതൽ പ്രിപ്പയർ ചെയ്യാനും സമയം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഓപ്ഷണൽ മെയിൻസ് ഒക്കെ ആയിട്ടായിരിക്കും. എങ്ങനെയായിരുന്നു ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ? മെയിൻസ് കഴിഞ്ഞ ഉടനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ അതോ റിസൾട്ട് വന്നതിന് ശേഷമാണോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്? ആക്ച്വലി ഫസ്റ്റ് അറ്റംപ്റ്റ് മെയിൻസ് കിട്ടുമെന്ന് എനിക്ക് വലിയ എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് പഠിച്ചു തുടങ്ങാനുള്ള ഒരു മോട്ടിവേഷനും ഇല്ലായിരുന്നു, എനർജി ഇല്ലായിരുന്നു. സോ ഞാൻ ആക്ച്വലി മെയിൻസ് കഴിഞ്ഞ ഒത്തിരി ടയേർഡ് ആയിരുന്നു. ഫുഡും ഒക്കെ ഒരു വഴിയായിരുന്നു, ഉറക്കമൊക്കെ. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഒന്ന് റിലാക്സ് ചെയ്യുമായിരുന്നു. കുറേ മാസം അങ്ങനെ ഒരു മൂഡിലായിരുന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനൊരു 2-3 വീക്സേ കിട്ടിയുള്ളൂ. കാരണം ജാനുവരി ഒരു ഹാഫ് ആയപ്പോഴാണ് എൻ്റെ ഇന്റർവ്യൂ, 16th ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ തന്നെ ഞാൻ കുറേ 1-on-1s ഇവിടെ എടുക്കുമായിരുന്നു. നെബിൻ്റെയും പിന്നെ ഫെബിൻ സാറിൻ്റെ ഒക്കെ 1-on-1s എടുക്കുമായിരുന്നു. അതേപോലെ അനൂപ് സാറിന് 1-on-1 എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മോക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ വർക്ക് ചെയ്യാൻ പറ്റി അതിനുള്ളിൽ. പിന്നെ കുറേ നോട്ട്സ് ഇവിടുന്ന് തന്നെ റെഡിമെയ്ഡ് ആയിട്ട് കേരള റിലേറ്റഡ് നോട്ട്സ് അതൊക്കെ കിട്ടിയപ്പോൾ കുറച്ച് എളുപ്പമായി. കാരണം നമ്മളായിട്ട് അത് റിസർച്ച് ചെയ്ത് പോകാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതൊക്കെയാണ് മെയിൻലി ഇന്റർവ്യൂവിന് ഇവിടുന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഐ തിങ്ക് വാട്ട് വർക്ക് ഇസ് ദാറ്റ് ഞാൻ കുറച്ച് സ്പീക്ക് ചെയ്യുന്നതിൽ ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു അവിടെ. അപ്പോൾ അത് എനിക്ക് ലാംഗ്വേജ് ഇച്ചിരി ഓക്കെ ആയതുകൊണ്ട് കുറച്ച് അറിയില്ലെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു അവിടെ. ആക്ച്വലി ഇത്രയും എക്സ്പെക്ട് ചെയ്യില്ല. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. എനിക്ക് അത്ര ഹാപ്പി അല്ലായിരുന്നു ഇന്റർവ്യൂല്. പക്ഷെ വന്നപ്പോൾ മോശമില്ലാത്ത മാർക്കുണ്ട്. അതായത് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ആ ഒരു എൻറ്റയർ പ്രോഗ്രാം സ്ട്രെച്ചിൽ 1-on-1 സെഷൻസും മോക്കും GDs എല്ലാം അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനം സെറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഫൈൻ. സോ നമുക്ക് ഫൈനലായിട്ട് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു 1 ഇയറിൽ
അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എനിക്കൊരു ഹേമ ഒരു ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു 22ാമത്തെ വയസ്സിൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേ ചെയ്യായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തെന്നോ, അത് മാറ്റി ചെയ്യായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? ഒരു തിങ് മെയിൻസിന് വേണ്ടി ഞാൻ അധികം പ്രിപ്പയർഡ് അല്ലായിരുന്നു പ്രിലിംസിന് മുന്നേ തന്നെ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ആ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ടൈമിൽ മെയിൻസിലേക്ക് നല്ലോണം ഫോക്കസ് ചെയ്ത് നോട്ട് ഉണ്ടാക്കണമെങ്കിൽ നോട്ട് ഉണ്ടാക്കുന്നതും ആൻസർ റൈറ്റിംഗ് ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ പ്രിലിംസ് കഴിഞ്ഞത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അത് ഐ തിങ്ക് അതൊന്ന് ശരിയാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ. ലാസ്റ്റ് ആയിട്ട് ചോദ്യം കൂടി ചോദിച്ചു നിർത്താം നമുക്ക്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ മൊത്തത്തിലൊരു പ്രിപ്പറേഷനിൽ നമുക്ക് ഈ ആങ്സൈറ്റി, സ്ട്രെസ്സ്, സോഷ്യൽ പ്രഷർ, പീർ പ്രഷർ ഇതെല്ലാം ഭയങ്കര ഹെവി ആയിട്ടുണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഹേമ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് മാറി ഇരിക്കുകയായിരുന്നു. ഇനി ഇൻസ്റ്റഗ്രാം അല്ലായിരുന്നു, വാട്സാപ്പും ഞാൻ യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ടെലിഗ്രാമും ലീഡിലെ കോൺടാക്ട്സും മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരു ടു ആൻ എക്സ്റ്റെൻറ്റ് ആ ഒരു ഐസൊലേഷൻ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന് പിന്നെ വീട്ടിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നുള്ള പ്രഷറും കുറയും, നമുക്ക് ഇവിടെ സമാധാനമായിട്ടിരുന്ന് പഠിക്കാം, അത് ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് വൺ തിങ് ആണ്. പിന്നെ ഉള്ളത് നമ്മൾ ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നുള്ള മാത്രം ഇത് ഐ തിങ്ക് അതുള്ളൊരു സൊല്യൂഷൻ. എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക, നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ തീർത്ത് വെക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Lead IAS, #1 IAS Academy in Kerala.